ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി ആ പെങ്കൊച്ച് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ചേട്ടനും ഭർത്താവും തമ്മിലുള്ള വഴക്കിനെ പറ്റിയൊക്കെ. അപ്പോൾ രേവതി പറഞ്ഞ കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുവാണേ. ഇപ്പം 4 ദിവസമായി എൻ്റെ ഏട്ടൻ ഹോസ്പിറ്റലിൽ, എനിക്കൊന്ന് പോകാൻ പോലും പറ്റിയില്ല, ഇപ്പോഴാണ് പോണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഭയങ്കര കരച്ചില്ല. അപ്പോൾ നിങ്ങളുടെ ഏട്ടനെ കാണാൻ പോവുകയാണല്ലോ, ഭർത്താവിൻ്റെ മനസ്സ് മാറിപ്പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ മനസ്സൊന്നും മാറത്തില്ല. ഞാൻ എത്രയോ തവണ കെഞ്ചി ചോദിച്ചു ഒന്ന് പോയിക്കോട്ടെ എന്ന്, പക്ഷെ അവരെന്നെ വിട്ടില്ല എന്നും പറഞ്ഞാൽ പുള്ളിക്കാർക്ക് അറിയുക. എൻ്റെ ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ അദ്ദേഹത്തെ കണ്ടില്ലല്ലോ, സംസാരിച്ചില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം ജീവിതാവസാനം വരെ എൻ്റെ നെഞ്ചിലുണ്ടാകുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. എനിക്ക് എൻ്റെ ഏട്ടനെ കാണാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഭർത്താവ് അറിയാതെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അല്ല, നിങ്ങളുടെ ഭർത്താവ് ഇതറിഞ്ഞ പ്രശ്നമാവില്ലേ എന്നൊക്കെ ചോദിച്ചു. അവർ വഴക്കു പറയില്ലേ എന്നൊക്കെ ചോദിച്ചു സച്ചി. അപ്പോൾ പ്രശ്നമാകുന്നെങ്കിൽ ആവട്ടെ, എത്ര നാളിങ്ങനെ ഭയന്ന് ജീവിക്കാൻ കഴിയും എന്നെ കൊണ്ടെന്നൊക്കെ പുള്ളിക്കാരി പറയാം. പിന്നെ അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ എൻ്റെ ഏട്ടനെ കാണുന്നത്, ഭർത്താവ് പറയുന്നത് കേട്ട് അദ്ദേഹത്തെ കാണാതിരിക്കാൻ എന്നെക്കൊണ്ടാവില്ല, ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു, ഇനി എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടം. ഏട്ടനും ഭർത്താവിനും ഇടയിൽ കിടന്ന് വീർപ്പ് മുട്ടുന്നത് ഞാനാണെന്നൊക്കെ പറഞ്ഞ് പെണ്ണായി പിറന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. അപ്പോൾ സച്ചി അന്നേരം ഇന്നലെ രാത്രി പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുക കേട്ടോ. സച്ചിക്ക് തന്നെ ഭയങ്കര ഒരു ഇത്. എന്നിട്ട് അവർ പറയുന്നത് കേട്ടില്ലെങ്കിൽ തോന്നുന്നത് പോലെ നടക്കുന്ന മോശ സ്ത്രീയാണെന്ന് വരെ അവർ പറയുമെന്നൊക്കെ പറഞ്ഞു ഈ പുള്ളിക്കാരി. കഴുത്തിൽ താലി കെട്ടിയ സ്വന്തം അച്ഛനെയും അമ്മയും ഏട്ടനെയും സഹോദരിയൊക്കെ ഉപേക്ഷിക്കണോ പറ എന്നൊക്കെ ചോദിച്ചിട്ട് ആ പെണ്ണ് നമ്മുടെ സച്ചിയോട് പറഞ്ഞു. സച്ചി ഇങ്ങനെ നോക്കുക, ഇയാൾ കല്യാണം കഴിച്ചതാണോ എന്ന് ചോദിക്കുമ്പം അതേന്ന് പറഞ്ഞു. നിങ്ങളുടെ ഭാര്യ എന്തായാലും ഭാഗ്യവതിയാണെന്നും പിന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരാളാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. നിങ്ങളുടെ ആരും അല്ലാത്ത എന്നെ പോലും നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ ഭർത്താവിനും ഏട്ടനും ഇടയിൽ കിടന്ന് ഞാൻ അനുഭവിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര സങ്കടത്തോടെ പുള്ളിക്കാരി ഭയങ്കര കരച്ചിൽ. സച്ചിക്ക് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. ജീവിതത്തിൽ ഒരിടത്ത് വളർന്ന് മറ്റൊരിടത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് പെണ്ണുങ്ങളെന്നും അവരുടെ വിഷമം ആണുങ്ങൾ പലപ്പോഴും മനസ്സിലാക്കണമെന്നില്ലെന്നൊക്കെ പറഞ്ഞ് ആ ഒരവസ്ഥകളൊക്കെ പെങ്കൊച്ചു പറയാം കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടുന്ന ചെടികളെ പോലെയാണ് സ്ത്രീകളെന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടെ പറയണു. പറിച്ച് നടന്നെടുത്ത് ആദ്യം കിട്ടിയതുപോലത്തെ വെള്ളവും വളവും കിട്ടിയില്ലെങ്കിൽ എന്താകും ചെടികളുടെ അവസ്ഥ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സങ്കടം. അങ്ങനെ അത് ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ കരഞ്ഞ് തളരുമ്പം അയ്യോ ഇങ്ങനെ കരയല്ലേ മേഡം, എല്ലാം ശരിയാകുമെന്നും പറഞ്ഞ് സച്ചി സമാധാനിപ്പിക്കുക അതിനെ. അങ്ങനെ വണ്ടി ഓടിച്ച് അതിനെ അവിടെ കൊണ്ടാക്കിയിട്ട് സച്ചി നേരെ ഈച്ചയുടെ അടുത്തേക്ക് പോയി. അവിടെ പോയി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. ഈച്ച വണ്ടി നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നിനക്ക് എന്താടാ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ആ പെങ്കൊച്ചു പറഞ്ഞ് എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ലടാ എന്ന് സച്ചി ഈച്ചയോട് പറയണു. അപ്പോൾ ഏത് കുട്ടിയുടെ കാര്യം നീ പറയണേന്ന് ചോദിച്ചു. നേരത്തെ ഞാനൊരു കുട്ടിയെയും കൊണ്ടേ ട്രിപ്പ് പോയടാ, അവൾ പറഞ്ഞതേ എൻ്റെ നെഞ്ചിൽ കൊള്ളുന്നു എന്ന് പറഞ്ഞു. രേവതി ഇന്നലെ പറഞ്ഞതും ആ കുട്ടി പറഞ്ഞതും ഏകദേശം ഒരു കാര്യം തന്നെയാടാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം പാവം രേവതി, അവൾ എന്ത് ചെയ്യാനാടാന്ന് ഈച്ച ചോദിക്കുക. അവൾക്ക് അനിയനും വേണം, നീയും വേണം, അതാണ് അവളുടെ സങ്കടം. നീയും അവനും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് കരുതി അവൾക്ക് അവളുടെ അനിയനെ ഉപേക്ഷിക്കാൻ പറ്റുമോടാ എന്നൊക്കെ സച്ചിയോട് ഈച്ച ചോദിക്കുക. എടാ നിന്നോടുള്ളതിനേക്കാളും അവൾക്ക് സ്നേഹം അവളുടെ അനിയനോടാണെന്ന് നീ ഇന്നലെ അവളോട് പറഞ്ഞില്ലേ? അത് ശരിയായ കാര്യമാണോ? അവളെ നീ മനസ്സിലാക്കിയതുപോലെ വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ലടാ സച്ചി എന്ന് ഈച്ച സച്ചിയോട് പറയണു. എന്നിട്ടും നീ എന്തിനാടാ അവളോട് അങ്ങനെയൊക്കെ പറയാൻ പോയെന്നൊക്കെ ചോദിച്ചു. ഈ വിഷയത്തിൽ ഞാൻ രേവതിയുടെ ഭാഗത്തേ നിൽക്കത്തുള്ളൂ. നീ അത് വിട്ടുകളാ, പിണക്കമൊക്കെ മറന്ന് നീ അവളോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. എടാ അവൾ ഞാൻ പറഞ്ഞത് കേൾക്കാതെ പോയതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പം ചുമ്മാ നീ അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ല സച്ചി, നിന്റെ അനിയൻ ശരിയല്ല, നീ അവനോട് സംസാരിക്കരുത്, അവൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് പോകരുത് എന്നൊക്കെ നീ അവളോട് പറഞ്ഞില്ലേ? അപ്പോൾ എന്താ നിന്റെ ഏട്ട ശരിയാണോ എന്ന് ഈച്ച സച്ചിയോട് ചോദിച്ചു. രേവതി വിവാഹ മണ്ഡപത്തിലിരുത്തിയിട്ട് ഓടിപ്പോയവനാ നിന്റെ ഏട്ടൻ. അത് അവളെ അവളുടെ കുടുംബത്തെയും എത്രമാത്രം വിഷമിപ്പിച്ചിട്ടുണ്ടാകുവാടാ എന്ന് ഈച്ച സച്ചിയോട് ചോദിക്കുക കേട്ടോ. അവൾ നിന്റെ ഏട്ടനോട് സംസാരിക്കരുത് എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഈച്ച ചോദിക്കുമ്പോൾ സച്ചി അന്തം വിട്ട് നോക്കുക. നിന്റെ അച്ഛൻ്റെ കാശും എടുത്തുകൊണ്ട് ഓടിയവനാ നിന്റെ ഏട്ടൻ. രേവതിയുടെ അനിയനേക്കാളും വിളഞ്ഞ വിത്തലടാ നിന്റെ ഏട്ടൻ. പിന്നെ നിന്റെ ഏട്ടൻ്റെ കല്യാണത്തിന് നീ പോകണ്ടെന്ന് രേവതി നിന്നോട് പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. നിന്നോട് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അന്ന് അവിടെ മുഴുവനും ഓടിച്ചാടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തത് അവളാണെന്ന് നിന്റെ അച്ഛമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും ഈച്ച സച്ചിയോട് പറയാം. സച്ചിയുടെ വായ അടപ്പിച്ച് കളഞ്ഞു ഈച്ച.
എടാ സുധി ഷോറൂം തുടങ്ങാൻ കാരണക്കാരൻ പോലും നീയല്ലേ? നീയല്ലേ ആ കട കണ്ടെത്തി ബിസിനസ് തുടങ്ങാനുള്ള ഐഡിയ മുഴുവനും അവന് പറഞ്ഞു കൊടുത്തത്? എന്നിട്ട് അതിൻ്റെ നന്ദി അവൻ നിന്നോട് കാണിച്ചോ? അങ്ങനെ സഹായിക്കണ്ട എന്ന് എപ്പോഴെങ്കിലും അവൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ നിന്റെ ഏട്ടൻ അവളുടെ ആഭരണങ്ങൾ എടുത്ത് വിറ്റു. അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായടാ? ഇനി മേലാൽ നിന്റെ ഏട്ടനുമായിട്ടൊരു ബന്ധവും വേണ്ടെന്ന് അവൾ നിന്നോട് പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. നിന്റെ അമ്മ എന്തൊക്കെയാണ് അവളെ പറയുന്നത്? പിന്നെ അതൊക്കെ കേട്ട് ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണും സഹിച്ച് നിൽക്കില്ല സച്ചി. നീ എന്താ അത് മനസ്സിലാക്കാത്തത്? നിന്റെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും ഒരു പരാതി ഇന്നുവരെ അവൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അല്ല, അമ്മയോട് മിണ്ടരുതെന്ന് അവൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? സച്ചിക്കൊന്നും മറുപടിയില്ല. നിനക്കൊരു നിയമം, അവൾക്ക് വേറൊരു നിയമം. അതൊന്നും പാടില്ലടാ സച്ചി, അതൊന്നും ശരിയല്ലടാ സച്ചി. നിന്റെ കുടുംബത്തിലെ എന്തെല്ലാം ഓരോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, എന്നിട്ടും അവൾ ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ നിന്നോടൊപ്പം നിൽക്കുന്നില്ലേടാ എന്ന് ചോദിച്ചു. സച്ചി അങ്ങ് നിന്ന് ഉരുക കേട്ടോ. അവളോട് അനിയനോട് സംസാരിക്കരുത്, അവളോട് കാണരുതെന്നൊക്കെ പറയാൻ നീ ആരാടാ? നിനക്കതിനെന്ത് യോഗ്യതയാണ് ഉള്ളത്? ഭർത്താവ് വരച്ച വരയിൽ ഭാര്യ നിൽക്കണം. ഭർത്താവ് പറയുന്നത് എന്തും അനുസരിക്കേണ്ടവളാണ് ഭാര്യ. അവർക്ക് സ്വന്തമായി ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. എടാ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തെറ്റാണ് സച്ചി. അന്നേരം എടാ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നവനാണോ എന്ന് സച്ചി ചോദിക്കുമ്പം, എടാ രേവതിയെപ്പോലെ ഒരു പെണ്ണിനെ കിട്ടിയത് നിന്റെ ഭാഗ്യമായിട്ട് നീ കരുതിയാൽ മതി. മരുമകളായിട്ടല്ല, സ്വന്തം മകളെ പോലെയാ നിന്റെ അച്ഛൻ അവളെ കാണുന്നത്. അത് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. ആ കുട്ടി പറഞ്ഞതും നീ പറഞ്ഞതും ഒക്കെ 100% ശരിയാടാ. ഞാനിതൊന്നും നേരത്തെ ചിന്തിച്ചില്ലല്ലോടാ എന്ന് സച്ചി പറയുമ്പം, അതാടാ നിന്റെ കുഴപ്പം. മുന്നും പിന്നും നോക്കാതെയാണ് നീ ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ നോക്ക് സച്ചി, നല്ലൊരു ഭാര്യയാണ് ദൈവം നിനക്ക് തന്നത്. അവള് വന്നതിന് ശേഷം നീ ആളാകെ മാറിയില്ലേ? ഇപ്പതേ നിനക്ക് 2 കാറുണ്ട്. അതുപോലെ ആ വീടിന് മുകളിൽ നിങ്ങളൊരു മുറി കെട്ടാനും പോവുമല്ലേ? എല്ലാം അവള് കാരണമല്ലേടാ. നിനക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെല്ലാം അവള് തന്നതല്ലേ? നീയും ശരത്തുമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് ചുമ്മാ രേവതിയെ വലിച്ചഴയ്ക്കാൻ നിൽക്കരുത്. അത് ശരിയല്ല സച്ചി. ശരത്ത് ചെയ്ത തെറ്റ് നീ അവളോട് പറയാതിരിക്കുന്നതേ അവളെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ എന്ന് സച്ചിയോട് ചോദിച്ചു ഈച്ച. എല്ലായ്പ്പോഴും നീ അങ്ങനെ ചിന്തിക്കുക, അതല്ലേ നല്ലത്. അവളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ പെരുമാറാതിരിക്കുക. നിന്നെ കൊണ്ട് അത് പറ്റത്തില്ലേ എന്ന് ചോദിച്ചു. അവളുടെ അനിയൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് പോയി എന്നുള്ളൊരു കാരണത്താലേ നീ അവളോട് ദേഷ്യപ്പെട്ട് മിണ്ടാതിരിക്കുന്നതേ ഒട്ടും ശരിയായ കാര്യമല്ല സച്ചി. അപ്പോൾ ശരിയാടാ നീ പറഞ്ഞത്. ആ ഓട്ടക്കാരൻ എന്തൊക്കെ കാണിച്ചു? ഇന്നേ വരെ അവനോട് സംസാരിക്കരുതെന്നോ അല്ലെങ്കിൽ അവനു വേണ്ടി നല്ലതൊന്നും ചെയ്യരുതെന്നോ എൻ്റെ രേവതി എന്നോട് പറഞ്ഞിട്ടില്ല. അമ്മ അവളെ വഴക്കു പറയാത്ത ദിവസമില്ല. എടാ, എന്നിൽ നിന്ന് പോലും അവളെല്ലാം മറച്ചു വെക്കത്തേ ഉള്ളടാ. ഒരു പരാതിയും അവൾ എന്നോട് പറയാറില്ല. എന്നാൽ ഞാൻ അവളോട് കാണിച്ചത് ഇപ്പോഴെങ്കിലും നിനക്ക് കാര്യം മനസ്സിലായല്ലോ. ഇന്നലെ നീ അവളോട് പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തിട്ട് വേണം ഇന്ന് നീ വീട്ടിലോട്ട് പോകാൻ. പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു. ആ പാവത്തിനെ വിഷമിപ്പിക്കാതെടാ എന്നും പറഞ്ഞ് ഈച്ച നമ്മുടെ സച്ചിയുടെ കണ്ണ് തുറപ്പിച്ചു. അതും പറഞ്ഞ് ഈച്ച അവിടെ നിന്ന് അങ്ങ് പോയി. സച്ചി എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വിഷമിച്ച് ആലോചിച്ച് നിൽക്കും. അത് കഴിഞ്ഞ് സച്ചി വീട്ടിലോട്ട് പോകുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വർഷ അവിടെ വന്ന് നിൽക്കുന്നു. അപ്പോഴത്തേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു. ഇതാരവിടെ പായസം ഉണ്ടാക്കേ എന്നൊക്കെ ചോദിച്ചു. ആൻറ്റി, ഇവിടുത്തെ അടുക്കളയിൽ നിന്ന് മണം വരുന്നേന്ന് പറഞ്ഞു വർഷ. ഇന്നിവിടെ പായസം വയ്ക്കും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ചന്ദ്രൻ പറഞ്ഞു. പിന്നെ ആൻറ്റിയുടെ ഓർഡർ അനുസരിച്ചല്ലേ എന്ന് വെച്ചാൽ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് വർഷം നിൽക്കുക. അപ്പോൾ രേവതി പായസം ഉണ്ടാക്കിയ പാത്രമായിട്ട് ഡൈനിങ് ടേബിളിലേക്ക് വന്നു. രേവതി ചേച്ചി പായസം വിളമ്പ് റെഡിയായല്ലോ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പം അതിന് ഞാനിവിടെ പായസം ഉണ്ടാക്കുന്നത് നിന്നോടാരാ പറഞ്ഞതെന്ന് ചോദിച്ചു രേവതി. ആരും പറഞ്ഞില്ല, പായസത്തിന് മണം അങ്ങ് റോഡ് വരെ എത്തിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ എന്ന് വർഷ. നിന്നോടാരാ പായസം വയ്ക്കാൻ പറഞ്ഞത് ചന്ദ്ര ചോദിക്കുമ്പം ഞാൻ തന്നെയാ പറഞ്ഞതെന്ന് രേവതി ചന്ദ്രയോട് പറഞ്ഞപ്പം സൂപ്പർ മറുപടി കോലയ്ക്ക് ചേച്ചി എന്നും പറഞ്ഞു വർഷ. എന്നോട് അഹങ്കാരം പറഞ്ഞാലുണ്ടല്ലോ, പായസം ഉണ്ടാക്കാൻ മാത്രം എന്ത് വിശേഷം ഇവിടെ ഉള്ളതെന്ന് ചന്ദ്ര ചോദിക്കുമ്പം വിശേഷ ദിവസം മാത്രമേ പായസം ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് വല്ല നിയമം ഉണ്ടോ എന്ന് രേവതി ചന്ദ്രയോട് ചോദിച്ചു. ആൻറ്റിയുടെ ഉത്തരം മുട്ടി എന്നും പറഞ്ഞ് വർഷം നിന്ന് അങ്ങ് വാരുവാ ചന്ദ്രയെ. സച്ചേട്ടന് സേമിയ പായസം അത്രയ്ക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് എന്ന് രേവതി പറയുമ്പം അവൻ്റെ പിണക്കം മാറ്റാനുള്ള സൂത്രവാ. നടന്നു തന്നെ അടി എന്ന് മനസ്സിലിങ്ങനെ വർഷ പറയുമ്പം അപ്പോൾ പായസം സച്ചേട്ടന് മാത്രം ഉള്ളോ? ചന്ദ്രമതി ഇങ്ങനെ ആ രീതിയിൽ മനസ്സിൽ പറയുമ്പോൾ പായസം സച്ചേട്ടന് മാത്രമേ ഉള്ളോ, ഞങ്ങൾക്കൊന്നും ഇല്ലേ എന്ന് വർഷ ചോദിച്ചു. അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് ഞാൻ ഉണ്ടാക്കും എൻ്റെ വർഷ, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ ചേച്ചി, എന്നാൽ പെട്ടെന്ന് വിളമ്പിക്കോ, ഇനി ഈ മണം സഹിച്ച് എനിക്കിവിടെ പിടിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു വർഷ. അപ്പോഴത്തേക്കും രേവതി അവിടെ പായസം വിളമ്പി. അപ്പോൾ നീയും അവനും തമ്മിലുള്ള വഴക്കൊക്കെ തീർന്നതിന് ശേഷം കിട്ടിയ ഇഷ്ടമുള്ള പായസം നിനക്ക് ഉണ്ടാക്കിയാൽ പോരായിരുന്നോ എന്ന് ചന്ദ്ര രേവതിയോട് ചോദിക്കാം. അപ്പോൾ ഒന്നും സമയത്തിന് ചെയ്യില്ല, എല്ലാ കാര്യത്തിലും ലേറ്റാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഇത്. ഞാനൊക്കെ സമയത്തിന് ഭക്ഷണം
കഴിച്ച് ശീലിച്ച ആളാ. അവിടുന്ന് ഇവിടുന്ന് നേരവും കാലവും നോക്കാതെ വാരി വലിച്ച് തിന്നുന്നവർക്കേ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ നിനക്ക് സമയമില്ലല്ലോടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചുമ്മാ ദേഷ്യപ്പെടുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വർഷ, ആൻറ്റി ചേച്ചി ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വർഷ ചന്ദ്രയോട് ചോദിച്ചു. ആൻറ്റിക്ക് ഫുഡ് പെട്ടെന്ന് വേണമെങ്കിൽ ആൻറ്റിക്ക് പോയി ഉണ്ടാക്കി തിന്നൂടെ എന്ന് ചോദിച്ചു. അന്നേരം വർഷേ, നീ എന്തിനാ എല്ലാ കാര്യത്തിലും ഇവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നേ? ചന്ദ്ര ചോദിക്കുമ്പോൾ, ചേച്ചി എന്ത് പറഞ്ഞാലും ആൻറ്റി കുറ്റം പറയും. ചേച്ചിയുടെ ഭാഗത്തെ ഞാൻ ഒരു തെറ്റും കണ്ടില്ല, അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്, മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇപ്പം ഞാനായോ തെറ്റുകാരി? അപ്പം അതെ, ആൻറ്റി തന്നെയാ തെറ്റുകാരി എന്ന് വർഷ ചന്ദ്രയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ചേച്ചി പായസം വിളമ്പിക്കുക ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ മുന്നിൽ നിന്നുകൊണ്ട് പായസം വിളമ്പിയത് കഴിക്കാനായിട്ട് വർഷം ഇരിക്കുമ്പോൾ, ആഹാ പായസം വെച്ചല്ലേ ആൻറ്റിയാണോ പായസം വെച്ചെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിയും അതുപോലെ സുധിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അയ്യോ, കൊതിമൂത്തിങ്ങനെ നിൽക്കുക. അമ്മേ, ഞാൻ വരുമ്പോൾ നല്ല ക്ഷീണിതനായിരുന്നു. ആ പായസത്തിന് മണം എൻ്റെ മൂക്കിൽ അടിച്ചതോടെ ഞാനങ്ങ് ഉഷാറായി എന്ന് പറഞ്ഞുകൊണ്ട് സുധി ചന്ദ്രയോട് പറയാ എന്ന് പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ നിൽക്കുക കേട്ടോ. അയ്യോ, ഭയങ്കര മണക്കൽ അവിടെ നിന്നുകൊണ്ട് ഈ സുധി ഫാന്റാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞു. അമ്മേ, അത് കാണുമ്പോഴും പറയുമ്പോഴും തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നത് കണ്ടോ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് സുധി ഒരുമാതിരി പൊട്ടറെ പോലെ നിന്ന് പറയുമ്പോൾ ചന്ദ്രയും ശ്രുതി അന്തം വിട്ട് സുധിയെ ഇങ്ങനെ നോക്കോട്ടെ. രേവതിക്കും വർഷയ്ക്കും ചിരി വരുക. അയ്യോ, അമ്മ ഉണ്ടാക്കിയ പായസം അത് അമ്മയുടെ കൈ കൊണ്ട് തന്നെ അങ്ങ് വിളമ്പി താമ്മേ അല്ലേ ശ്രുതി, അത് കഴിച്ചിട്ട് ഞാൻ മുറിയിലോട്ട് കയറുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി നിൽക്കുമ്പം രേവതിക്ക് ചിരി വന്നു. അപ്പം ശ്രുതി ചേച്ചിയെ, നിങ്ങളുടെ ഹസ്ബൻഡ് പറയുന്ന കോമഡി കേട്ടോ എന്ന് വർഷ. ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് കുറേ ആയി, ആൻറ്റി കുക്ക് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല എന്ന് വർഷ അന്നേരം പറയുക. അന്നേരത്തേക്കിനും ചന്ദ്രേന്നും പറഞ്ഞിങ്ങനെ നോക്കട്ടെ. ചമ്മിപ്പോയി രേവതിക്ക് ചിരി അടക്കാനും പറ്റുന്നില്ല. ശ്രുതി അന്തമിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാം. രേവതി ചേച്ചി പായസം ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴത്തേക്കും അവിടെയും കിടക്കണതേ എല്ലാം കൂടി ചട്ടിയും കലവും നിലത്ത്. അപ്പോൾ എല്ലാവരും ഇരിക്കും ഞാൻ പായസം വിളമ്പാവെന്നും പറഞ്ഞ് രേവതി പറയുമ്പോൾ, അല്ലേ മാറി ശ്രുതി, ഞാൻ ഇരിക്കട്ടെ, വേഗം കഴിച്ചില്ലെങ്കിൽ ആ ടേസ്റ്റ് ചൂടൊക്കെ അങ്ങ് പോകുമെന്നും പറഞ്ഞ് ശ്രുതി ചാടി കയറിയിരിക്കുമ്പം, അല്ല അച്ഛനും ശ്രീകാന്തും എവിടെയെന്ന് ചോദിച്ചു. അവർ വന്നോളും, അച്ഛനാണെങ്കിൽ ഷുഗറാ, ശ്രീകാന്തനാണെങ്കിൽ പാൽപ്പായസത്തിനോട് തീരെ താല്പര്യമില്ല. ആരും പറഞ്ഞാൽ ഞാൻ കുടിക്കരുത്, നീ എന്നിട്ട് അതും കൂടെ നിനക്ക് കുടിക്കാനായിരിക്കും അല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ നേരത്തേക്ക് അങ്ങോട്ടേക്ക് വന്നു. ശ്രീകാന്തും വന്നു. താല്പര്യം കണ്ടില്ലേ, നിങ്ങൾക്ക് ഷുഗറല്ലേ, നിങ്ങൾ കുടിക്കണ്ടെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ മധുരം കുറച്ച് അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്, അച്ഛൻ കുറച്ച് കുടിച്ചോട്ടെ അമ്മ, കുഴപ്പമില്ല അമ്മ എന്ന് രേവതി പറയുമ്പോൾ അതെ കുറച്ച് കുടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ ചന്ദ്രമതിക്ക് പണിയാണ്. കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറഞ്ഞതുപോലെ ചന്ദ്രമതിക്ക് ഇതൊക്കെ പുളിക്കും. അപ്പോൾ പായസമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് മണം വരുന്നതിൻ്റെ ഇതൊക്കെ ഇവർ ഇങ്ങനെ ഓരോന്ന് പറയുക. എല്ലാവരും കൂടെ പുകഴ്ത്തി അവളിപ്പോൾ ആകാശത്തൊക്കെ എത്തിക്കല്ലേ. അപ്പോൾ ഞങ്ങൾ രേവതി ചേച്ചിയെ പുകഴ്ത്തി മാനമുടിയിലല്ലേ എവറസ്റ്റിൻ്റെ മുകളിൽ വരെ എത്തിക്കുക, അത്രയ്ക്കുണ്ട് രേവതി ചേച്ചിയുടെ കൈപുണ്യം അല്ലേ ശ്രീകാന്ത് എന്ന് വർഷ. അതെ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു ശ്രീകാന്ത്. അപ്പോൾ എല്ലാവരും പായസം കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും എടുത്ത് പായസം കുടിച്ചുകൊണ്ടിരിക്കാം. നാണോ മാനോ ഇല്ലാതെ ഇത്രയും പറഞ്ഞിട്ട് ചന്ദ്ര പായസം മടുമെന്ന് പറഞ്ഞ് കുടിക്കുക കേട്ടോ. പായസം കുടിച്ച് കഴിഞ്ഞപ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചന്ദ്ര എന്നിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞ് നിൽക്കുക. ആ സമയത്തേക്കും നമ്മുടെ വർഷം പറഞ്ഞു, ചേച്ചി അടിപൊളി ചേച്ചി, സൂപ്പർ ചേച്ചി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയിൽ നിന്ന് കുടിക്കുക കേട്ടോ. ചന്ദ്രയ്ക്ക് ഒരു നാണോ ഇല്ലേ, നിന്ന് കുടിക്കുക. അപ്പം അച്ഛാ സൂപ്പറല്ലേ സൂപ്പറല്ലേ അങ്കിളെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വർഷ പറയുമ്പം സൂപ്പർ രേവതി മോൾ എന്തുണ്ടാക്കിയാലും അല്ലെങ്കിൽ സൂപ്പറല്ലേ, അതിന് പ്രത്യേക രുചിയായിരിക്കും നമ്മുടെ രവിയേട്ടനും പറഞ്ഞു. മണ്ണാൻ കട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഗ്ലാസ് ഇട്ട് ഇങ്ങനെ കറക്കുക, കലക്കി കുടിക്കാനായിട്ട് മട്ട് പോലും ബാക്കി വെക്കരുത്. അതിന് വേണ്ടി ശ്രുതി, ഇതിനെന്തോ ഒരു പുളിരസം ഇല്ലേ എന്ന് ചോദിക്കുക ചന്ദ്ര. എടി നീ പാലിന് വരെ മോരാണോ ഒഴിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർഷയൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുക. എന്നിട്ട് അത് മുഴുവനും കുടിക്കുമ്പം അയ്യോ പുളിയാണ് നീ കുടിക്കണ്ട എന്ന് അച്ഛൻ ചന്ദ്രയോട് പറയുന്നു. അപ്പോഴത്തേക്കും എന്ന് പറഞ്ഞൊരു നീട്ടത്തിൽ ഏമ്പൊക്കെ അങ്ങ് വിട്ടു. അപ്പം ആൻറ്റിക്ക് രേവതി ചേച്ചിയുടെ കുക്കിങ് അപ്രിഷ്യേറ്റ് ചെയ്യാനേ മടിയാ, അതുകൊണ്ട് ചുമ്മാ ഇരുന്ന് ഓരോന്നങ്ങ് പറയാ. ചുമ്മാ ഓരോന്ന് പറയല്ലേ ആൻറ്റി, ആട്ടിപ്പൊളി പായസം ഇതെന്ന് വർഷ. അപ്പോൾ അത് പൊടി എന്ന് പറഞ്ഞാൽ ചന്ദ്ര ഇരിക്കുമ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു പായസം കുടിച്ചിട്ട് പോലുമില്ല, അപ്പം ഞാനും എന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇരുന്ന് കുടിക്കുന്നു. കെട്ടുവിൻ്റെ പിണക്കം മാറ്റാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലേ, അവനൊരു തുള്ളി പോലും ഞാൻ ബാക്കി വെച്ചേക്കല്ലടി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ പറയാട്ടോ. അപ്പോൾ പായസം ഉണ്ടാക്കിയിട്ട് അവന് കൊടുക്കാത്തതിൻ്റെ പേരിൽ അവളെ ഇവിടെ ഇട്ട് പൊരിക്കുന്ന എനിക്ക് കാണണമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ നിൽക്കുകയാണ്. പിണക്കം മാറിയാണ് സച്ചി വരുന്നതെന്ന് തള്ളെ അറിഞ്ഞില്ല. അപ്പോൾ വർഷേ കുറച്ചുകൂടി ഞാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട ചേച്ചി ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പായസം മുഴുവനും നമ്മുടെ രേവതിക്ക് വർഷ കുടിക്കുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. അപ്പോൾ മോളെ രേവതി എന്ന് പറഞ്ഞ അച്ഛൻ വിളിച്ചു. എന്താ അച്ഛാ? അതെ സച്ചി എന്താ വരാത്ത, വൈകുമെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല അച്ഛാ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പം സൂപ്പർ പായസം, ഈ പായസം കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായാലോ എന്നും പറഞ്ഞുകൊണ്ട് സുധി നിന്നിങ്ങനെ മുഴുവൻ കുടിക്കുക.
അപ്പോൾ സൂപ്പർ സൂപ്പർ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ പക്ഷേ ആ പായസം ഒരല്പം ഇങ്ങ് നീക്കി വെച്ചേന്ന് സുധി. അങ്ങനെ എല്ലാവരും കൂടിയിരുന്ന് ആ വട്ടം കൂടിയിരുന്ന് ആ പായസം മുഴുവനും കുടിച്ച് തീർക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, നീ മുഴുവൻ കുടിക്കല്ലേ, അത് സച്ചേട്ടനും കൂടെ വെക്കാൻ പറഞ്ഞു. ആ സച്ചിക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നീ കുറച്ചുകൂടെ കുടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ചന്ദ്ര പാത്രം എടുത്ത് എല്ലാവർക്കും ഇങ്ങനെ ധാരാളം വിളമ്പി കൊടുക്കുക. അതായത് നമ്മുടെ സച്ചിക്ക് കൊടുക്കാതിരിക്കാൻ. എന്നിട്ട് ഈ ചന്ദ്രയുടെ ആർത്തിയും പരവേശമൊക്കെ കാണുമ്പോഴത്തേക്കും വർഷയും ശ്രീകാന്തും രേവതി അന്തം വിട്ടിങ്ങനെ നോക്കും കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും അത്ഭുതപ്പെട്ട് ചന്ദ്രയെ നോക്കുവാണ്. ചന്ദ്ര അത് മുഴുവനും കുടിച്ചു. ഇങ്ങനെ കുടിച്ചാലേ നീ വല്ല ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരും, പണ്ട് കക്കൂസിൽ നിന്ന് ഇറങ്ങാതിരുന്ന ഓർമ്മയില്ലേ എന്ന് രവിയേട്ടൻ ചന്ദ്രയോട് ചോദിക്കാം. കൊള്ളാം ഏതായാലും. ഞാൻ പോകാമെന്ന് പറഞ്ഞു രവിയേട്ടൻ പറഞ്ഞു, പോയിക്കോ എന്ന് പറഞ്ഞ് ചന്ദ്ര രവിയേട്ടനെ പറഞ്ഞു വിട്ടു. പിന്നെയും കോരി ഒഴിച്ച് മടുപടാന്ന് കുടിക്കുക. അപ്പോൾ എന്താ അമ്മ ഈ കാണിക്കുന്നത് ശ്രീകാന്ത് ചോദിച്ചു. അതിൻ്റെ എത്രത്തോളം കുറ്റം പറഞ്ഞു അത്രത്തോളം കുടിക്കുവാണെന്ന് വർഷ അന്നേരം പറയാം. ശ്വാസം പോലും പോകുന്നില്ല ചന്ദ്രയ്ക്ക്. അങ്ങനെ പാത്രം വടിച്ചു കോരി ആ പായസം കംപ്ലീറ്റ് തീർത്തു. ഇതൊക്കെ കണ്ടിട്ട് എന്തോ പോലെയായി നമ്മുടെ രേവതിക്കൊക്കെ. അതുപോലെ തന്നെ സുധിയും ചന്ദ്രയാണ് ഏറ്റവും കൂടുതൽ കുടിച്ച ആ പാത്രത്തിലുള്ളത് കംപ്ലീറ്റ് 2 എണ്ണങ്ങളും കൂടെ തീർത്തു. അയ്യോ വയറ് ഫുള്ളായേ ഇനി 1 സെൻറ്റിമീറ്റർ സ്ഥലം പോലും വയറിൽ ബാക്കിയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് വർഷയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. ശ്രുതി ഇനി നന്നായിട്ട് കിടന്നൊരുറക്കം എന്ന് ശ്രുതി. അല്ല അമ്മ പറഞ്ഞതുപോലെ പായസത്തിനൊരല്പം പുളിരസം ഉണ്ട് എന്നെല്ലാം കഴിഞ്ഞപ്പോൾ ശ്രുതി പറയും കേട്ടോ. തള്ളയും മോനും കൂടി എന്നിട്ട് നെഞ്ചും തിരുമ്മി വയറും തിരുമ്മി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. ഇതുങ്ങൾ രണ്ടും കൂടെ പോയി കഴിഞ്ഞപ്പം രേവതി ഒരു നെടുവീർപ്പങ്ങ് ഇട്ടു. പിന്നെ ശ്രുതി ഉറങ്ങിയാലും എന്നെ വിളിക്കാൻ പറഞ്ഞേക്കരുത് കേട്ടോ എന്നൊക്കെ ശ്രുതി പറയാം. എന്നും പറഞ്ഞു വലിയ അമ്പക്കൊക്കെ ഇട്ടു. രാത്രിയിലത്തെ ഭക്ഷണമേ കഴിച്ചിട്ടില്ല, അത് കഴിക്കണം എന്നും പറഞ്ഞു ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോയി. അയ്യോ പാത്രമൊക്കെ പഠിച്ച് കാലിയാക്കി വെച്ചിരിക്കുകയാണല്ലോ. അയ്യോ എടുത്ത് പായസം തീർന്നു, സച്ചേട്ടൻ്റെ അടുത്ത് മാറ്റി വെച്ചായിരുന്നോ എന്ന് ചോദിച്ചു. സച്ചേട്ടനൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല, ചേച്ചിക്ക് അതിനൊന്നും ശീലമില്ലല്ലോ, ചേച്ചി ഞാൻ പായസത്തിന് ഓർഡർ ചെയ്യട്ടെ എന്ന് ചോദിച്ചു വർഷം. അതൊന്നും വേണ്ട വർഷേ എന്ന് രേവതി പറഞ്ഞു. മോശമായിപ്പോയി, നമ്മളത് ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുമ്പം സാരമില്ല എന്ന് പറഞ്ഞു രേവതി. നീ വാന്നും പറഞ്ഞ് അവരങ്ങോട്ടേക്ക് പോയിട്ട് രേവതി എന്നിട്ട് ഈ കാലിപാത്രം മുന്നിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുമോ. സച്ചിക്ക് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമത്തിൽ. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിക്കാൻ ബൈ ടാറ്റാ.